നമ്മളിൽ പലരും ഒരുപാട് പൈസയൊക്കെ ചിലവാക്കിയിട്ട് ബ്ലഡ് ടെസ്റ്റുകളും യൂറിൻ ടെസ്റ്റൊക്കെ ചെയ്യും. ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ നോർമലായിരിക്കും. ഒരു മാസം കഴിയുമ്പോഴേക്ക് അയാൾക്ക് അറ്റാക്ക് വരികയാണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കും, ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ നോർമലായിരുന്നു കഴിഞ്ഞ മാസം വരെ, ഇപ്പോൾ അറ്റാക്ക് എന്തുകൊണ്ട് വന്നു? ഇതിന്റെ ഒരു പ്രധാന കാരണം നമ്മളിപ്പോഴും സാധാരണ ചെക്കപ്പിനായിട്ട് ഉപയോഗിക്കുന്ന ബ്ലഡ് ടെസ്റ്റുകൾ പലതും 50-60 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പാറ്റേൺ ആണ്. കാലം മാറി, ശാസ്ത്രം പുരോഗമിച്ചു. നമ്മളുടെ ഹൃദയത്തിന്റെ റിസ്ക് അറിയാനുള്ള പല പുതിയ ടെസ്റ്റുകളും ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, നമ്മൾ ചെയ്യുന്നില്ല. പണ്ട് കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV നമ്മുടെ വീട്ടിലുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ പുതിയ ഇറങ്ങിയ ടിവിയുടെ CD അതിനകത്ത് ഇട്ടിട്ട് കളർ മൂവി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്ന പല ടെസ്റ്റുകളുടെയും റിപ്പോർട്ട്. പണ്ടത്തെ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിൽപ്പെട്ട ഒന്നാമത്തത് ലൈപ്പോപ്രോട്ടീൻ A ടെസ്റ്റ് ആണ്. ഈ ലൈപ്പോപ്രോട്ടീൻ A എന്ന് പറയുന്ന ഈ കൊളസ്ട്രോൾ സാധാരണ ചീത്ത കൊളസ്ട്രോളിനേക്കാളും 10 ഇരട്ടിയിലധികം അപകടം പിടിച്ചതാണ്. ഏതാണ്ട് 20% പൊതുജനങ്ങൾക്ക് ഇതുണ്ടെന്ന് പറയാം. പക്ഷേ ആരാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്? ഇത് പൂർണ്ണമായിട്ടും ജനിതകപരമായിട്ട് കിട്ടുന്നതാണ്. പലരും ഇത് ടെസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം ഇത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചാലും ഇതിന് കൃത്യമായ ചികിത്സ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയല്ല. ലൈപ്പോപ്രോട്ടീൻ A നമ്മുടെ ശരീരത്തിൽ കൂടുതലുണ്ടെങ്കിൽ ഹാർട്ടിന്റെ ആരോഗ്യം തകരാറിലാവാതിരിക്കാൻ നമുക്ക് മറ്റു പല മാർഗ്ഗങ്ങളുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് അപ്പോ ലൈപ്പോപ്രോട്ടീൻ B എന്ന് പറയുന്നതാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ അപകടം ഉണ്ടാക്കുന്ന ചീത്ത കൊളസ്ട്രോളിന്റെ ഒരു നമ്പറാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കുറെ തേനീച്ച കുത്താൻ വരുമെന്ന് വിചാരിക്കാം. മൊത്തം തേനീച്ചകളുടെ ഒരു തൂക്കം എടുക്കുകയാണെങ്കിൽ അതാണ് സാധാരണ നമ്മുടെ ചീത്ത കൊളസ്ട്രോളിന്റെ ഒരു അളവായിട്ട് നമ്മൾ ടെസ്റ്റിൽ കാണും. എന്നാൽ അപ്പോൾ ലൈപ്പോപ്രോട്ടീൻ B ചെയ്യുകയാണെങ്കിൽ ഈ തേനീച്ച കൂട്ടത്തിന്റെ തൂക്കമല്ല നമ്മൾ നോക്കുന്നത്, അതിനകത്ത് എത്ര തേനീച്ചകൾ നമ്മൾ കുത്താൻ റെഡി ആയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അപകടം എത്ര എന്നുള്ളത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. മൂന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് കൊറോണറി ആർട്ടറിയിലെ കാൽഷ്യം സ്കോറിംഗ് ആണ്. ഇതൊരു CT സ്കാൻ വഴിയാണ് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ മെച്ചം എന്ന് വെച്ചാൽ രക്തധമനികൾക്കകത്ത് കേട് വന്നിട്ടുള്ളത് നമ്മൾ നേരിട്ട് തെളിയിക്കുകയാണ്. മാത്രമല്ല കൊറോണറി കാൽഷ്യം സ്കോർ നമ്മുടെ 0 ആണെങ്കിൽ നമുക്ക് അടുത്തൊരു 5 വർഷത്തേക്ക് ഹാർട്ടിന്റെ റിസ്ക് വളരെ വളരെ കുറവാണ്. നാലാമത്തേത് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവലാണ്. ഇത് നമ്മുടെ രക്തത്തിലെ ഇൻസുലിന്റെ അളവ് നോക്കുകയാണ്. സാധാരണ നമ്മൾ പ്രമേഹം ഉണ്ടെന്ന് അറിയാൻ ബ്ലഡിലെ ഷുഗർ ആണ് നോക്കുക, അതല്ലെങ്കിൽ HbA1c നോക്കും. ഇതൊക്കെ പ്രമേഹം വന്നതിന് ശേഷമാണ് നമുക്ക് ഉപകാരപ്പെടുക. എന്നാൽ ഫാസ്റ്റിംഗ് ഇൻസുലിൻ നോക്കുകയാണെങ്കിൽ പ്രമേഹം വരുന്നതിനും ഒരു 10 വർഷം മുമ്പേ തന്നെ നമുക്ക് പ്രമേഹം വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പ്രമേഹത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാൻക്രിയാസ് ഭയങ്കര സ്ട്രഗിൾ ചെയ്യായിരിക്കും, ഓവർ വർക്ക് ചെയ്തിട്ടാണെങ്കിലും ഷുഗറിന്റെ അളവ് കൺട്രോളിൽ തന്നെ അത് നിലനിർത്തും. പക്ഷേ ഇൻസുലിന്റെ ലെവൽ ബ്ലഡിൽ കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഷുഗർ നോർമൽ ആണെങ്കിലും ഫാസ്റ്റിംഗ് ഇൻസുലിൻ അളവ് കൂടുതലാണെങ്കിൽ നമുക്ക് പ്രമേഹത്തിന്റെ വാണിംഗ് കിട്ടും. അഞ്ചാമത്തത് ഹൈ സെൻസിറ്റിവിറ്റി CRP ടെസ്റ്റ് ആണ്. രക്തധമനിയിലെ നീർക്കെട്ട് നമുക്ക് മനസ്സിലാക്കി തരും. നമുക്കറിയാം രക്തധമനികൾക്കകത്ത് ബ്ലോക്ക് ഉണ്ടാക്കുന്നതിന്റെ മൂല കാരണം നീർക്കെട്ടാണ്. പല കാരണം കൊണ്ട് നീർക്കെട്ട് വരാം. കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ, സ്മോക്കിംഗ്, ഉറക്കമില്ലായ്മ, സ്ട്രെസ്, ഇതൊക്കെ നീർക്കെട്ട് ഉണ്ടാക്കും. ഈ നീർക്കെട്ടാണ് പിന്നീട് പ്ലാക്ക് ആയിട്ടും ബ്ലോക്ക് ആയിട്ടും മാറുക. അപ്പോൾ ഈ നീർക്കെട്ട് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ രക്തധമനിയുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. അത് മുൻകൂട്ടി അറിഞ്ഞാൽ കൃത്യമായ ചികിത്സ എടുക്കുകയാണെങ്കിൽ ബ്ലോക്ക് വരുന്നത് തടയാൻ സാധിക്കും. ആറാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് 24 മണിക്കൂർ BP നോക്കുന്ന 24 അവർ ആംബുലേറ്ററി BP മോണിറ്ററിംഗ് ആണ്. സാധാരണഗതിയിൽ നമ്മളൊരു ഡോക്ടർ അടുത്ത് പോവുകയാണെങ്കിൽ അയാളുടെ മുമ്പിൽ വെച്ചൊന്ന് BP നോക്കും, അതോടെ അത് കഴിഞ്ഞു. പക്ഷേ നമുക്കറിയാം BP കൂടുകയും കുറയും ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ്. ഹോസ്പിറ്റലിൽ എടുത്ത BP ആവില്ല വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ. വീട്ടിൽ നിന്ന് തന്നെ രാവിലെ എടുത്തതാവില്ല ഉച്ചക്ക് എടുത്താവില്ല രാത്രി, ഉറക്ക സമയത്ത് വേറെ രീതിയിലായിരിക്കും BP പോവുക. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കൃത്യമായ BPയുടെ സ്വഭാവം അറിയണമെങ്കിൽ 24 മണിക്കൂർ ഫുള്ളായിട്ട് അയാളുടെ BP കെട്ടിവെച്ച് പരിശോധിക്കുന്ന ഒരു ടെസ്റ്റ് വേണം. അതാണ് ABPM. ഇത് ചെയ്യുന്നത് വഴി അപ്രതീക്ഷിതമായിട്ട് പല കണ്ടെത്തലുകളും നമുക്ക് നടത്താൻ സാധിക്കാറുണ്ട്.